പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്ലസ് ടു റിസൾട്ട് ഇന്നലെ വന്നു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലർക്കും പല രീതിയിൽ കൂടിയാണ്. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അവർക്ക് അഡ്മിഷന് പോകാം. ഇനി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഫെയിൽ ആയവര്, ചിലപ്പോൾ നമ്മുടെ മാർക്ക് കുറഞ്ഞവര്, അവർക്കൊക്കെ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇവിടെ ഫീസ് അടയ്ക്കേണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം പറയുകയാണെങ്കിൽ, പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് 175 രൂപയാണ് പ്രാക്ടിക്കൽ ഉള്ളതിന് ഒരു പേപ്പറിന്. ഇനി വിത്തൗട്ട് പ്രാക്ടിക്കൽ ആണെങ്കിൽ അത് 150 രൂപയുള്ളൂ നമ്മുടെ സേ എക്സാമിന് വേണ്ടിയുള്ളവർക്ക്. സേ എക്സാമിന് വേണ്ടിയുള്ളതാണ് ഇത് രണ്ടും. ഇനി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ സബ്ജക്റ്റും പാസ്സായി, പക്ഷെ ഒരു സബ്ജക്റ്റ് ഒന്ന് ഇംപ്രൂവ് ചെയ്ത് മാർക്ക് കൂട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഒന്നേ പറ്റുള്ളൂ 500 രൂപയാണ്. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് 40 രൂപയുടെ കൊടുത്ത് വേണം സ്കൂളിൽ നമ്മൾ ഇത് അടയ്ക്കാൻ. ഇപ്പൊ സ്കൂളിൽ ആണ് നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ലത്. നമ്മൾ പഠിച്ച സ്കൂളിൽ പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില കുട്ടികൾക്ക് സ്കൂളിൽ ചെയ്ത് പോകുന്നതിന് ഒരു മടിയുണ്ട്. കാരണം പല ടീച്ചേഴ്സും നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ഏത് രീതിയിൽ കൂടെ നോക്കും എന്നുള്ള ഒരു പ്രശ്നം ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മളതിപ്പം നോക്കിയിട്ട് കാര്യമില്ലെന്നേ ഉള്ളൂ. കാരണം അതിന്റെ പേരിൽ മടിയായിട്ട് പല കുട്ടികളും എഴുതാത്തവരുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് ഓർമ്മിപ്പിച്ചതാണ്. നമ്മൾ അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ കുറച്ച് ദിവസം കൊണ്ട് ആ പ്രശ്നത്തിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഇതൊന്നും അടയ്ക്കാതിരിക്കും, ആകെ പ്രശ്നമാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രശ്നം എല്ലാം തീരുമ്പോൾ നമ്മൾ ഇത് അടച്ചില്ല എന്നുള്ള രീതിയിൽ കൂടെ ആകെ വിഷമിക്കുക. അതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കണ്ട, നമ്മുടെ കാര്യമാണ്. എല്ലാവരും പോയി അവരവരുടെ സ്കൂളിൽ പോയി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാം. ഇനി ഡേറ്റുകൾ ശ്രദ്ധിക്കണം. വിത്തൗട്ട് ഫൈൻ ഒന്നും ഇല്ലാതെ ഇത് കറക്റ്റായിട്ട് അടയ്ക്കാനാണെങ്കിൽ നമ്മുടെ 1/6 എന്ന് പറഞ്ഞാൽ ജൂൺ മാസം 1-ാം തീയതി വരെ ഉണ്ട്. ഫൈനോടുകൂടി 600 രൂപ ഫൈനോടുകൂടി 3/6/2026. അപ്പൊ ഈ 2-ാം തീയതി ഇടയ്ക്ക് ഒരു പരിപാടിയുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് ഇവിടെ വരെ കളക്ട് ചെയ്ത എമൗണ്ട് അടയ്ക്കേണ്ട ദിവസമാണ് 2-ാം തീയതി ട്രഷറിയിൽ പോയി. ഇനിയും 3-ാം തീയതി ഫൈനോടുകൂടി 600 രൂപ ഫൈനോടുകൂടി. അപ്പൊ അത്രയും ലേറ്റ് ആവേണ്ട, നിങ്ങൾ നോക്കിയിട്ട് 3-ാം തീയതി വരെ അടയ്ക്കാം. പക്ഷെ അത് 600 രൂപ ഫൈനാണ്. അപ്പൊ 4-ാം തീയതി അവിടുത്തെ പ്രിൻസിപ്പൽമാർക്ക് ഈ കളക്ട് ചെയ്ത എമൗണ്ട് അടയ്ക്കാനുണ്ട്. ഇനി ഡിപ്പാർട്ട്മെന്റ് പോർട്ടലിൽ കൂടെ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. ലാസ്റ്റ് ഡേറ്റ് 6/6 നമ്മളത് നോക്കണ്ട, നമുക്ക് ഇതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളോട് എല്ലാവർക്കും വേണ്ടത് കൃത്യമായിട്ട് എടുക്കാം. ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് എത്തിച്ചിരിക്കും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.